ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി സ്നേഹിച്ചിട്ട് നമ്മിൽ നിന്ന് വേണ്ടുന്ന സഹായങ്ങൾ ആവോളം വാങ്ങിയിട്ട് എന്നാൽ പിന്നീട് നമുക്കെതിരെ തിരിഞ്ഞ് ഇല്ലാ കഥകൾ മെനഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞു പരത്തി കഴിയുന്ന അവരെ കൊണ്ടാകുന്നത് പോലെയുള്ള എല്ലാ ദോഷവും ചെയ്ത് അതെല്ലാം പിന്നീട് നമ്മുടെ ചെവികളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവേദന എത്ര വലിയതാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ, ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്, എനിക്കതിൽ നിന്ന് കരകയറാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കുള്ള സന്ദേശമാണ് സങ്കീർത്തനം 3. ആ സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകളിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാരായി ഭൂമിയിൽ ജീവിച്ചിട്ട് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന സങ്കീർത്തനം 3 ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ സമാനമായ ഒരു അനുഭവമാണ്. അത് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ മകനായിരുന്നു തനിക്ക് നേരെ തിരിഞ്ഞത്. അങ്ങനെ തിരിഞ്ഞ മകൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യത്തിൻ്റെ അകത്ത് ദാവീദിന്റെ പ്രതികരണം എന്തായിരുന്നു? പിന്നത്തേതിൽ ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളെ ഒരുപക്ഷെ സ്നേഹിക്കുന്നവർ, മുൻപ് സ്നേഹിച്ചിരുന്നവർ പകയ്ക്കുകയും ദോഷിക്കുകയും നമുക്കൊരുപാട് പ്രശ്നങ്ങൾ, അതെ, നാം ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും നമുക്ക് നേരെ അവർ ഉയർത്തിക്കൊണ്ട് വരികയും നമ്മുടെ ജീവിതത്തിന് മുമ്പിലുള്ള സാഹചര്യങ്ങളെ പോലും, നമ്മുടെ വഴികളെ പോലും അടച്ചു കളയത്തക്ക നിലയിലുള്ള പ്രതികരണങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളോടുള്ള നമ്മളുടെ പ്രതികരണം എന്താണ്? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മളെ പീഡിപ്പിക്കുന്നവരെയും നമ്മുടെ വഴികൾ അടച്ചു കളയുന്നവരെയും നാം ഏത് നിലയിൽ കാണണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകളാണ്. അങ്ങനെയുള്ള വ്യക്തികളോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അവരെ ഏത് രീതിയിലാണ് കാണേണ്ടുന്നത്? വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരിക്കൽ ദാവീദ് പോലും 41-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതനുമായവൻ എൻ്റെ നേരെ കുതികാലുയർത്തി. നോക്കുക, എത്ര ദുഃഖകരമായ ഒരു അനുഭവമാണിത്, അല്ലേ? നമ്മുടെ കർത്താവ് പോലും ഈസ്കരിയോത്ത യൂദയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ. എൻ്റെ കേൾവിക്കാരിൽ ഞാൻ ചിന്തിക്കുന്നു, ചിലരെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നമ്മളെ പഴിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, അറിയാത്ത ഇല്ലാ കഥകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു പരത്തിയവർ, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ വഴി അടച്ചു കളയുന്നവർ, മുൻകാലങ്ങളിൽ നമ്മൾ സ്നേഹിച്ച് പ്രിയപ്പെട്ടവരെ പോലെ കൊണ്ടു നടന്നവർ, ഇന്ന് നമുക്ക് ഉപദ്രവം ചെയ്യുന്നവർ, അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, എങ്ങനെയായി തീരണം എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 3-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദാവീദ് എഴുതിയിരിക്കുന്ന വാക്കുകൾ, ദാവീദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. വലിയ പ്രതിസന്ധിക്കകത്ത് താൻ നിൽക്കുകയാണ്. ഒരുപാട് പേര് തനിക്കെതിരായിട്ട് നിൽക്കുകയാണ്. അവരെതിരായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല, അവർ ദാവീദിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് പോലും അവർ പറയുക. അപ്പം ഈ പറയുന്ന ആളുകൾ പറയുന്നത് ദൈവത്തിന് പോലും അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ പറയാറുണ്ടാകാം. ഇനി ദൈവത്തിന് പോലും അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല, അവന്റെ പ്രശ്നത്തിൽ നിന്ന് ദൈവത്തിന് പോലും അവനെ കരകയറ്റാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്താണ്? ഈ കാര്യത്തിൻ്റെ അകത്ത് നാം മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകൾ എന്തൊക്കെയാണ്? ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദാവീദ് തൻ്റെ മകൻ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 13 മുതൽ 16, 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. വളരെ ചുരുക്കമായിട്ട് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാവീദിന്റെ മകനായിരുന്നു അബ്ശാലോം. ഈ അബ്ശാലോമിനെ കുറിച്ച് പറയുന്നത്, ഈ അബ്ശാലോം വളരെ സൗന്ദര്യമുള്ളവനായിരുന്നു. ഇസ്രായേലിൽ അവൻ വളരെ ശ്ലാഘ്യനായിരുന്നു. അടിതൊട്ട് മുടി വരെ ഒരു ഊനമില്ലാത്തവൻ,
എന്താ പറയുന്നത്, അവന്റെ മുടിയെക്കുറിച്ചൊക്കെ ചില വിവരണങ്ങൾ വേദപുസ്തകത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 25, 26 വാക്യങ്ങളിൽ ആണ്ടുതോറും തന്റെ മുടി കത്തിരിക്കുമ്പോൾ ഭാരമായിരുന്നു. അപ്പോൾ ഇസ്രായേലിൽ ദാവീദിന്റെ മകനായ അബ്ശാലോമിനോളം സൗന്ദര്യമുള്ള ഒരുത്തൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവന്റെ സൗന്ദര്യം അവന്റെ അഹങ്കാരത്തിന് കാരണമായി തീർന്നു. പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ അധികം ഞാൻ പറയട്ടെ, അകമേയുള്ള സൗന്ദര്യം തന്നെയാണ് ഏറ്റവും വലുത്. പലപ്പോഴും നമുക്കൊക്കെ ദൈവം നൽകി തരുന്ന ദൈവാനുഗ്രഹങ്ങൾ തിന്മയ്ക്ക് കാരണമായി തീരാറുണ്ട്. എനിക്കും നിങ്ങൾക്കും സൗന്ദര്യവും ധനവും വിദ്യാഭ്യാസവും ഒക്കെ ദൈവം നൽകി തരുമ്പോൾ അതൊന്നും വീഴ്ചയ്ക്ക് കാരണമാകാതെ ദൈവസന്നിധിയിൽ താഴാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ദൈവം നൽകി തന്ന നന്മകൾ തന്നെ നമ്മുടെ അധപ്പതനത്തിന് കാരണമായി തീരാം. ഈ വളരെ സൗന്ദര്യമുള്ള അബ്ശാലോം എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഈ അബ്ശാലോം ചെയ്ത കാര്യം അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ, അബ്ശാലോമിന് ഒരു ദിവസം തോന്നി എനിക്കൊരു രാജാവാകണമെന്ന്. അപ്പൻ രാജാവായിട്ടിരിക്കുമ്പോൾ, മകൻ രാജകുമാരനായിരിക്കുമ്പോൾ മോന് തോന്നി രാജാവാകണം. അതിന് ദാവീദിന്റെ സ്വന്തം മോനായ അബ്ശാലോം ചെയ്തത് എന്താണെന്ന് അറിയാമോ? രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ വിസ്താരത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജാവിന്റെ അരികിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് വരുന്നവരെയൊക്കെ ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ കാര്യങ്ങൾ തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ ജനത്തെ വശീകരിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവൻ ജനത്തെ വശീകരിച്ചു കളഞ്ഞു. ചിലർക്ക് അങ്ങനെയൊക്കെ കഴിവുകളുള്ളവരുണ്ട്. അവരുടെ വാക്സാമർത്ഥ്യം കൊണ്ട്, വാക്ചാതുര്യം കൊണ്ട് തെറ്റായ കാര്യങ്ങളെപ്പോലും ശരിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പ്രത്യേകം കഴിവുള്ള ഒത്തിരി ആളുകളുണ്ട്. ചിലരൊക്കെ പറയുന്നത് എനിക്ക് അത്തരത്തിലുള്ള കഴിവുകളൊന്നും എനിക്കില്ല, ഇല്ലേ? ചിലരങ്ങനെയാണ്, വളരെ വൈദഗ്ധ്യമുള്ളവരുണ്ട്. തെറ്റായ കാര്യങ്ങളെ ശരിയാണെന്ന് വരുത്തി തീർക്കത്തക്ക നിലയിൽ പറഞ്ഞ് ഫലിപ്പിച്ച് അതിനെ മറ്റുള്ളവരുടെ ഉള്ളിൽ അത് ശരിയാണെന്ന് തോന്നുമാറ് പറയാൻ കഴിവ് കിട്ടിയ ചിലരൊക്കെ ഉണ്ടാകാമെന്നല്ല. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കാം, പറഞ്ഞ് തെളിയിക്കാൻ അറിയത്തില്ലായിരിക്കാം, നമ്മുടെ കാര്യങ്ങൾ സമർത്ഥിക്കുവാൻ നമുക്ക് അറിവില്ലാതെ പോകാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദാവീദ് കടന്നുപോയപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ജനത്തെ അബ്ശാലോം വശീകരിച്ചു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജനത്തെ വശീകരിച്ചുവെന്ന് മാത്രമല്ല, സ്വന്തം പിതാവിന് നേരെ താൻ കുതന്ത്രങ്ങൾ മെനഞ്ഞ് അപ്പനോട് പറയുകയാണ്, എനിക്ക് ഹെബ്രോനിൽ പോകണം, ആരാധന കഴിക്കണം എന്ന് പറഞ്ഞ് ആരാധനയുടെ പേരിൽ സ്വന്തം പിതാവിന് നേരെ പോലും തന്ത്രങ്ങൾ മെനഞ്ഞ് ആളെ കൂട്ടുകെട്ടുണ്ടാക്കിയ ഒരു സംഭവം വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതിയിരിക്കുന്നതിന്റെ കാരണം അന്നെന്ന പോലെ ഇന്നും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ഒരുപക്ഷെ എനിക്കറിയാം, ഈ കേൾക്കുന്നവരിൽ പല പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളൊക്കെ ഈ സാഹചര്യങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. നമുക്കെതിരെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി, കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ആയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് താഴെയിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരോട് എന്താണ് നമ്മുടെ പ്രതികരണം? ദാവീദ് സത്യത്തിൽ എന്താണ് ചെയ്തത്? സ്വന്തം മകനെ പ്രതി ദാവീദിന് രാജകൊട്ടാരം വിട്ട് ഓടേണ്ടതായിട്ട് വന്നു. തൻ്റെ കൊട്ടാരം വിട്ട് താനും കൂടെയുള്ള ആളുകളുമെല്ലാം ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അന്നേരം ഒരിക്കൽ പോലും തൻ്റെ മകനെ പ്രാകുകയോ തൻ്റെ മകൻ്റെ നാശം കാണാൻ ദാവീദ് ആഗ്രഹിക്കുകയോ ചെയ്തില്ല. ദാവീദ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദൈവത്തിന് എന്നോട് കൃപ തോന്നിയാൽ ഞാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാ, ആര് നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും, അതെ, നീതിയോടും ന്യായത്തോടും കൂടി നാം മുൻപോട്ട് പോകുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മെനഞ്ഞ് പറഞ്ഞ് എവിടൊക്കെ തെറ്റിദ്ധാരണകൾ വരുത്തി അതേ മിഥ്യയായ കാര്യങ്ങളെ സത്യമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന് നമ്മളോട് കൃപയുണ്ടെങ്കിൽ ദൈവം നമ്മളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ദൈവമാണ്. ആ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെനിക്ക് ഭയങ്കര ദ്രോഹം ചെയ്യുകയാണ്, എനിക്കറിയാം അവർ ദ്രോഹം ചെയ്യുന്നെന്ന്. അവരെൻ്റെ കൺമുൻപിൽ നിന്നൊന്ന് നീങ്ങാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു.
അവരെ ദൈവം ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. നോ, അങ്ങനെ ഒരു പഠിപ്പിന് വേദപുസ്തകത്തിലില്ല. നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്നവരും അവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുമല്ല. ദൈവത്തിങ്കൽ പോലും അവന് രക്ഷയില്ലെന്ന് പറയുന്നവരുടെ മുമ്പിലും ദൈവത്തിന് സ്തോത്രം, ദാവീദ് ചെയ്തത് എന്താണ്? ദാവീദ് പറയുകയാണ്, ദൈവത്തിന് എന്നോട് കൃപയുണ്ടെങ്കിൽ, ദൈവത്തിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എത്തിക്കേണ്ട സ്ഥലത്തെത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയാൽ, ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നിയാൽ, സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല. ആരെതിരാണെന്നും എന്ത് പ്രതിസന്ധിയാണ് മുൻപിലുള്ളതെന്നും ദൈവത്തിന് വിഷയമല്ല. എത്തിക്കേണ്ട സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ എത്തിക്കുന്ന ദൈവമാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. നമ്മുടെ കഷ്ടതയുടെയും നമ്മുടെ പ്രതിസന്ധികളുടെയും മുമ്പിൽ നമ്മൾ എതിര് പറയുവാനും തിരുത്തി പറയിക്കാനും ഒന്നും നടക്കാതെ കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കരയാനും നമ്മൾ തയ്യാറായാൽ നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി മാറ്റി തീർക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ 5-ാമത്തെ വാക്യം, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഞാൻ ഉറങ്ങിയെന്നാണ്. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ പലതും മുമ്പിലുണ്ടെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് വിഷയമല്ല. ദൈവം എന്നെ താങ്ങിയത് കൊണ്ട് ഞാൻ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനത്തിൽ ഒരു വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവസന്നിധിയിൽ പറ്റി നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. വേഗത്തിൽ പറഞ്ഞു വാക്കുകൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അബ്ശാലോമിന്റെ പിൽക്കാല ചരിത്രം എന്താണെന്ന് കൂടെ അറിയണ്ടേ? അതീവ സുന്ദരനായ വളരെയധികം മുടിയുള്ള അബ്ശാലോം താന് ദൈവത്തിന് സ്തോത്രം യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കരുവേലകത്തിൻ്റെ മുകളിൽ, വളരെ വേഗത്തിൽ താൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കരുവേലകത്തിൻ്റെ മുകളിൽ തൻ്റെ മുടി ഉടക്കി താൻ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ ജീവിതം അവസാനിച്ചുവെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദാവീദ് തിരികെ രാജസ്ഥാനത്തേക്ക് മടങ്ങി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലങ്ങളിൽ സത്യമെന്താണെന്ന് ദൈവം തെളിയിക്കും. അതെ, എതിർക്കുന്നവർ അനേകരാകട്ടെ, വൈരികൾ പെരുകട്ടെ, അവനിനി ദൈവത്തിന് പോലും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നവരൊക്കെ പറയട്ടെ, അവരൊക്കെ അത് ചെയ്തോട്ടെ. അതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. രക്ഷ യഹോവയ്ക്കുള്ളവയാണ്. നിലവിളിക്കാൻ എനിക്കറിയാം, മറുപടി വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് വരും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തത് കണ്ണുനീരൊഴുക്കിയും കരഞ്ഞുമൊക്കെയാണ്. ഉയർന്നു വന്ന എത്രയോ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അവിടേക്ക് ആരെങ്കിലുമൊക്കെ കൈപിടിച്ചതുകൊണ്ടും സഹായിച്ചതുകൊണ്ടും മാത്രമാണോ നിലനിൽക്കുന്നത്? ഒരിക്കലുമല്ല. കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ആ രക്ഷ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടും. അതുകൊണ്ട് നമ്മളെ നിന്ദിക്കുന്നവരോടും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ അപ്പം തിന്നവർ, നമ്മുടെ പ്രാണസ്നേഹിതരായവരൊക്കെ നമ്മുടെ നേരെ അവരുടെ കാലുകൾ ഉയർത്തുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാൽവറിയിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തന്നെ കുത്തുകയും തന്നെ ചാട്ട വെച്ചടിക്കുകയും ഒക്കെ ചെയ്തവരെ കുറിച്ച് യേശു പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ യേശുവിൻ്റെ ക്ഷമയും ആ യേശുവിൻ്റെ ദൈവത്തിന് സ്തോത്രം സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരൊക്കെ അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിൽ ദൈവം നമ്മളെ എത്തിക്കും. അതാകട്ടെ നമ്മുടെ ചിന്തകൾ. ഈ രീതിയിലേക്ക് നമ്മുടെ മനോഭാവം മാറട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്.
പക്ഷേ ദൈവം ഞങ്ങളെ നന്നായി അറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തുന്ന ദൈവമാണ്, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. അടുത്ത സന്ദേശവുമായിട്ട് വീണ്ടും കാണും വരെ കൃപയുടെ മറവിൽ ദൈവം നമ്മളെ മറക്കട്ടെ. ആമേൻ.